പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹസ്വരൂപനായ ഈശോയെ, അപ്പത്തിൻ്റെ രൂപത്തിൽ ഞങ്ങളോടുകൂടിയായിരുന്ന് അങ്ങേ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ച് അങ്ങേ വാത്സല്യത്താൽ ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയോട് കൂടി ആയിരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീതമാണ്. കർത്താവേ, ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നതിന്, ഞങ്ങളുടെ വിഷമതകളിൽ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ വേദനകളിൽ പങ്കുചേരുന്നതിന് കർത്താവേ ഒത്തിരിയേറെ നന്ദി പറയുന്നു. കരുണയുടെ ഈ മണിക്കൂറിൽ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ, ഞങ്ങളെ പരിപോഷിപ്പിക്കുവാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ കുരിശിൽ ബലിയായത്. ഈ നോമ്പുകാലം പ്രത്യേകിച്ച് ഈ കരുണയുടെ മണിക്കൂറിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തന്ന ആ സ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നു. അങ്ങയുടെ തിരുരക്തം കൊണ്ട് പാപത്തിൽ മൃതരായിരുന്ന ഞങ്ങളെ അങ്ങ് വിലയ്ക്ക് വാങ്ങിയല്ലോ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ കരുണയ്ക്കും, എല്ലാ സ്നേഹത്തിനും അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം ശിരസ്സ് നമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈശോയുടെ തിരുസന്നിധിയിൽ ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലായിരുന്നു കൊണ്ട്, ലോകത്തിൻ്റെ പല കോണുകളിലായിരുന്നു കൊണ്ട് ഇന്ന് ഈ കരുണയുടെ മണിക്കൂറിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യരായ നമ്മളെല്ലാവരും ഒത്തിരിയേറെ സ്നേഹം ആഗ്രഹിക്കുന്നവരാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ വേദനകളുടെ, കഷ്ടതകളുടെ സമയത്ത് ആശ്വാസം ആഗ്രഹിക്കുന്നവരാണ്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ശേഷം മനുഷ്യൻ എപ്പോഴും ഉറ്റുനോക്കുന്നത് സ്നേഹത്തിൻ്റെ ആവശ്യത്തിലേക്കാണ്. മനുഷ്യൻ എപ്പോഴും സ്നേഹം ആഗ്രഹിക്കുന്നു. ഓരോ വ്യക്തിയും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നു. എല്ലാറ്റിലും ഉപരി ജീവിതത്തിൽ ഒരു നിറവ് കണ്ടെത്താൻ, ജീവിതത്തിൽ ഒരു സംതൃപ്തി കണ്ടെത്താൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളും, നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ഈ ഒരു ജീവിത സാഫല്യത്തിന് വേണ്ടിയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ തിരയുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ നിറവ്, ജീവിതത്തിൻ്റെ സംതൃപ്തി നമ്മൾ പലപ്പോഴും തിരയുന്നത് തെറ്റായ ഇടങ്ങളിലാണ്. അതുകൊണ്ടാണ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും, നമുക്ക് സംതൃപ്തി തരാൻ സാധിക്കുമെന്ന് നമ്മൾ കരുതുന്ന പല ലൗകികമായ കാര്യങ്ങൾക്കും നമ്മളെ സംതൃപ്തരാക്കാൻ പറ്റാത്തത്. ഒരു വശത്ത് നമ്മൾ ചിന്തിച്ചേക്കാം, ഒത്തിരി പണമുണ്ടെങ്കിൽ, ധനമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആശ്വാസവും ലഭിക്കും. പക്ഷെ പ്രിയമുള്ളവരെ, ഈ ലോകത്തിലേക്ക് നോക്കിയാൽ നമ്മൾക്കറിയാം, ധനമുള്ളത് കൊണ്ട് മാത്രം ആരും സന്തുഷ്ടരാകുന്നില്ല. ധനവാന്മാരായ, ഒത്തിരിയേറെ സ്വത്തുള്ള, സമ്പാദ്യമുള്ള എത്രയോ ആളുകളാണ് തങ്ങളുടെ ജീവിതം മടുത്ത് ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങനെ എത്രയോ ആളുകളാണ് തങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ വിഷാദത്തിലേക്കും ഡിപ്രഷനിലേക്കും മനോവേദനയിലേക്കും പോകുന്നത്. സ്വത്തുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും നല്ലൊരു ജീവിത ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാതെ, തങ്ങളുടെ കുടുംബം സമാധാനത്തിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ, പരസ്പര സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത എത്രയോ ജീവിതങ്ങളും കുടുംബങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. പ്രിയമുള്ളവരെ, സമ്പത്ത് മനുഷ്യനെ സംതൃപ്തനാക്കിയിരുന്നെങ്കിൽ സമ്പത്തുള്ളവരാരും നിരാശപ്പെടുകയോ ആകുലപ്പെടുകയോ അത്യാർത്തി പൂണ്ട് കൂടുതൽ സമ്പത്തിനായിട്ട് പരിശ്രമിക്കുകയോ ചെയ്യില്ല. സമ്പത്തിൽ സംതൃപ്തി കണ്ടെത്താൻ അവർക്ക് സാധിച്ചേനെ. പ്രിയമുള്ളവരെ, വീണ്ടും
പലതരത്തിലുള്ള ലൗകിക സുഖങ്ങൾ, ഒരുപക്ഷെ ജഡിക സുഖങ്ങളായിരിക്കാം, മദ്യമായിരിക്കാം, മയക്കുമരുന്നുകളായിരിക്കാം, ലഹരി വസ്തുക്കളായിരിക്കാം, ലൈംഗിക സുഖങ്ങളായിരിക്കാം, നമ്മളെ തൃപ്തിപ്പെടുത്തുമെന്നും നമുക്ക് സന്തോഷം തരുമെന്നും ജീവിതത്തിൽ നിറവ് തരുമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ ഇതിന് പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ മദ്യാസക്തി മൂലമോ ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലമോ ജഡികമായ ലൈംഗികപരമായ ദുരാസക്തികൾ മൂലമോ ആരും ജീവിതത്തിൽ നന്മയും നിറവും അനുഭവിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പാപത്തിൻ്റെ സുഖങ്ങളെല്ലാം നൈമിഷികമാണ്. പാപം ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രം നിലനിൽക്കുന്ന നൈമിഷിക സുഖം പാപത്തിന് ശേഷം നമ്മളെ ആഴമേറിയ വിഷാദത്തിലേക്കും നിരാശയിലേക്കും കുറ്റബോധത്തിലേക്കും തള്ളിയിടുക. കാരണം പ്രിയമുള്ളവരെ, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലൗകികതയിൽ നിന്നല്ല, നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിൽ നിന്നല്ല, നമ്മൾ രൂപപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിലെ ദാഹത്തെ ശമിപ്പിക്കാൻ, നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ പൂർത്തീകരിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൽ അഭയം തേടുന്നവർ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, അതുകൊണ്ടാണ് അവരുടെ മുഖത്ത് കഷ്ടതകളിലും പീഡനങ്ങളിലും വേദനകളിലും സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് സാധിച്ചത്. ആദിമസഭ മുതൽ സഭ ഇന്ന് എത്തി നിൽക്കുന്ന ഈ സമയം വരെ എത്രയോ വിശുദ്ധരായിട്ടുള്ളവർ, രക്തസാക്ഷികളായിട്ടുള്ളവർ നമുക്കറിയാം. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്ന, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, വിശ്വാസത്തെ പ്രതി പീഡകൾ സഹിച്ച, രോഗങ്ങൾ ഏറ്റെടുത്തവർ ആ വേദനകളുടെ നടുവിലും നിർവൃതിയോടെ ആത്മസംതൃപ്തിയോടെ മരണമടയാൻ അവർക്ക് സാധിച്ചത്? നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഭയങ്കരമായ പീഡനങ്ങളുടെ നടുവിലും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരണത്തെ പുൽകിയവരുണ്ട്. അതികഠിനമായ രോഗശൈലിയിൽ പോലും മരണത്തെ ചിരിച്ചുകൊണ്ട് എതിരേറ്റവരുണ്ട്. എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നെട്ടവുമാണെന്ന് പറഞ്ഞ പൗലോസ്ലീഹായെ പോലെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടപ്പാടുകളിലും പരിഭവപ്പെടാതെ, പരാതിപ്പെടാതെ, തളർന്നു പോകാതെ അതിനെ സന്തോഷത്തോടെ എതിരേറ്റവരുണ്ട്. എവിടുന്ന് കിട്ടി പ്രിയമുള്ളവരെ ഇവർക്ക് ഈ സംതൃപ്തിയും നിറവും ജീവിതത്തിലെ സാഫല്യവുമൊക്കെ ഈ വേദനയുടെ നിമിഷങ്ങളിൽ? ലോകം സുഖം മാത്രം തേടുമ്പോൾ സുഖം തരാത്ത ഒത്തിരിയേറെ സംതൃപ്തിയും ജീവിതത്തിൻ്റെ അർത്ഥവും എവിടെ നിന്ന് പലർക്കും കണ്ടെത്താൻ സാധിച്ചു? പ്രിയമുള്ളവരെ, അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ മുൻപിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ദിവ്യകാരുണ്യം. എന്നെ സ്നേഹിക്കുന്ന, എനിക്ക് വേണ്ടി ചങ്ക് പകുത്തു നൽകിയ, എനിക്ക് വേണ്ടി ചങ്ക് തുറന്ന് രക്തവും ജലവും ഒഴുക്കി എനിക്ക് വേണ്ടി ബലിയായ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഏതൊരു വേദനയും ഏതൊരു സങ്കടവും എനിക്ക് അനുഗ്രഹമായിട്ട് മാറും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന 4-ാം സങ്കീർത്തനം 6 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്, ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവേ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. സങ്കീർത്തകൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുകയാണ്, ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. ധാന്യവും വീഞ്ഞുമെല്ലാം സമൃദ്ധിയുടെയും പ്രോസ്പെരിറ്റിയുടെയും സമ്പത്തിൻ്റെയും പ്രതീകങ്ങളാണ്. കളപ്പുറ നിറച്ച് ധാന്യമുണ്ടെങ്കിൽ, ചഷകങ്ങൾ നിറച്ച് വീഞ്ഞുണ്ടെങ്കിൽ ജീവിതത്തിൽ തൃപ്തി അടയാമെന്ന് സാധിച്ചിട്ട് പരാജയപ്പെട്ടു പോയ സംഭവങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. വീഞ്ഞു തീർന്നു പോയപ്പോൾ ജീവിതം മുഴുവനും നശിച്ചുവെന്ന് കരുതി അപമാനത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഭയത്തിൽ നിലനിന്നിരുന്നൊരു കുടുംബത്തിന് ദൈവം വീഞ്ഞു പകർന്നപ്പോഴാണ് അവരുടെ ജീവിതത്തിന് അർത്ഥമുണ്ടായത്. ധാന്യം നിറച്ച്, കളപ്പുറ നിറച്ച് ധാന്യം ശേഖരിച്ചു വെച്ചിരുന്ന ആ ധനികനായ മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഇപ്പോൾ നിൻ്റെ ആത്മാവിനെ ഈ രാത്രിയിൽ ഞാൻ എടുക്കും, പിന്നെ ഈ ധാന്യം കൊണ്ട് നിനക്കെന്ത് പ്രയോജനം? സ്നേഹം നിറഞ്ഞവരെ, ഇതിലെല്ലാം ഉപരി, ലൗകികമായതിനേക്കാളൊക്കെ ഉപരി എൻ്റെ ജീവിതത്തിന് അർത്ഥം തരുന്ന, ലക്ഷ്യം തരുന്ന, എൻ്റെ ശൂന്യതയെ നിറച്ചു നിന്ന് എൻ്റെ ജീവിതത്തിന് സ്നേഹം കൊണ്ട് നിറവ് പകരുന്ന ആ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം ദൈവസന്നിധിയിലുണ്ട്. ഞാൻ കടന്നു പോകുന്ന എല്ലാ മുറിവുകൾക്കുമുള്ള ലേപനവും സൗഖ്യവും കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഞാൻ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പാടിലൂടെ കടന്നുപോയാലും, വേദനകളിലൂടെ കടന്നുപോയാലും, സങ്കടങ്ങളിലൂടെ കടന്നുപോയാലും ഈശോയോട് ചേർന്ന് നിൽക്കുന്ന നിമിഷം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ആശ്വസിപ്പിക്കപ്പെടും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവ് ഇസ്രായേൽ ജനത്തോട് എന്നതുപോലെ നമ്മോടും പറയുകയാണ്,
അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. സ്നേഹം നിറഞ്ഞവരെ, ആശ്വാസദായകനായ നമ്മുടെ കർത്താവ് എന്നെയും നിന്നെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചിട്ട് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരും ഉത്കണ്ഠപ്പെടുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പത്രോസിലേക്ക് അതുകൊണ്ടാണ് പറഞ്ഞത്, നിൻ്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവ തിരുസന്നിധിയിലാണ് നമ്മൾ ആശ്വാസം തിരയേണ്ടത്. കർത്താവിൻ്റെ സ്നേഹത്തിലാണ് നമ്മൾ നിറവ് തികയേണ്ടത്. എല്ലാത്തിൻ്റെയും എല്ലാ ക്ലേശങ്ങളിലും വേദനകളിലും കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ എൻ്റെ വേദനകളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളും ഞാൻ വഹിക്കുന്ന ഓരോ കുരിശും അനുഗ്രഹമായിട്ടും രക്ഷയായിട്ടും മാറും. കർത്താവിനോട് ഞാൻ ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ സന്തോഷമെന്ന് കരുതുന്നതും അനുഗ്രഹമെന്ന് കരുതുന്നതും സമൃദ്ധി എന്ന് കരുതുന്നതും പോലും എനിക്ക് ദോഷമായിട്ട് ഭവിക്കും. കർത്താവിനോട് ചേർന്ന് നിന്നാൽ എൻ്റെ വേദനകൾ സഹനങ്ങൾ ബലിയായിട്ട് മാറും. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ എൻ്റെ കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനയായിട്ടും മുറിവായിട്ടും മാത്രം ശേഷിക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഫോക്കസ് മുഴുവൻ ഈശോയിലേക്കായിരിക്കട്ടെ. നമുക്ക് തിരിച്ചറിയാം, ഈ ലോകത്തിലുള്ളവയ്ക്കൊന്നും എന്നെ സംതൃപ്തിയാക്കാൻ സാധിക്കില്ല. എൻ്റെ ദാഹം ശമിപ്പിക്കാൻ, എന്നെ സംതൃപ്തിയിലേക്ക് നയിക്കാൻ, ജീവിതത്തിന് നിറവ് പകരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ ദൈവത്തിൽ നിന്നും ദൈവത്തിൻ്റെ കരവേലയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൻ്റെ ദാഹം ശമിപ്പിക്കാൻ ആ ദൈവസ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു ഉറപ്പോടുകൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവിൻ്റെ അടുത്തേക്ക് നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കയറി ചെല്ലാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ടും ലോകമാസകലമുള്ള എല്ലാ പാപികളെ അങ്ങയുടെ കരുണക്കടലിൽ ഞങ്ങൾ മുക്കിയെടുക്കുന്നു. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, അവിടുത്തെ പരിശുദ്ധ മണവാട്ടിയായ തിരുസഭയെ സമർപ്പിക്കുന്നു. സഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും സ്നേഹത്തിലും ഐക്യത്തിലും സഹോദര്യത്തിലും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാടിന് വേണ്ടി, നാടിനെ നയിക്കുന്ന നേതാക്കൾക്ക് വേണ്ടി, നാടിനെ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും സത്യത്തിലും വിശുദ്ധിയിലും സ്നേഹത്തിലും ആഴപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും നാടിനെ പുരോഗമനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുവാനും നാടിനെ നയിക്കുന്ന എല്ലാ നേതാക്കളെയും പരിശുദ്ധാത്മാവിനെ അയച്ച് അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും അരക്ഷിതാവസ്ഥകളും മാറി നിൽക്കുവാനും, ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം നിറയുവാനും സമാധാനം നിറയുവാനും കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ ഓർക്കുന്നു. പ്രത്യേകിച്ചും രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷകൾക്കായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ കരുണയുടെ ആശീർവാദം ഏറ്റെടുക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട് കരങ്ങളെ മറവോട് ചേർത്ത് വെച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം.